പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ മഹാജൂബിലി ഒരുക്ക വിശുദ്ധ ഗ്രന്ഥ ധ്യാന പഠനം സുവിശേഷങ്ങൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷവും മർക്കോസ് എഴുതിയ സുവിശേഷവും നാം പൂർത്തിയാക്കി 49ാമത്തെ എപ്പിസോഡ് വരെ. തുടർന്ന് നാം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ ധ്യാന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 50ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരാമുഖമാണ് നാം ധ്യാന പഠന വിഷയമാക്കുന്നത്. പണ്ഡിതരുടെ ഇടയിലെ പൊതുവായ അഭിപ്രായം 4ാമത്തെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനങ്ങളിൽ 1ഉം 2ഉം ലേഖനം, വെളിപാട് പുസ്തകം, ഇവ 3ഉം യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ, യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയതാണ്. പക്ഷെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയതാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. പകരം യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഒരു അപരനാമമുണ്ട് ഈ സുവിശേഷത്തിൽ, യേശു സ്നേഹിച്ച ശിഷ്യൻ. നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നവരായാൽ മാത്രം പോരാ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാകുവാൻ, യേശു തമ്പുരാനാൽ സ്നേഹിക്കപ്പെടുന്ന മക്കളായി തീരുക, അവിടുത്തെ പ്രേമ പാചനങ്ങളായി തീരുക. യോഹന്നാൻ ശ്ലീഹ നമ്മളെ ആ സ്നേഹത്തിന്റെ ലോകത്തിലേക്കാണ് ആകർഷിച്ചടുപ്പിക്കുന്നത്. ഈ ഒരു ലോകത്തിലേക്ക് പോകാൻ നമുക്കും സർവാത്മന പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും നമുക്ക് പരിചയമുള്ള അനേകരെ ഈ സ്നേഹയാത്രയിൽ, ഈ തീർത്ഥാടനത്തിൽ, ഈ ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരുമിച്ച് ചേർക്കാൻ പരിശ്രമിക്കണം. സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്തെന്ന് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നത് നമുക്ക് ശ്രവിക്കാം. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ 20, 30, 31 വാക്യങ്ങൾ. ഇവിടെ 30ാം വാക്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിനും, പക്ഷെ അതിന് ഉപയോഗിച്ചേക്കുന്ന ഗ്രീക്ക് പദമെടുത്ത് പരിശോധിക്കുമ്പോൾ വിശ്വസിക്കുക എന്നത് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നാണ് അർത്ഥം. യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നാണ് അർത്ഥം. വിശ്വസിക്കുക നിമിത്തം എന്ന് 31ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് ടു കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിലനിൽക്കുക, വളരുക എന്നൊക്കെ അർത്ഥം. അപ്പൊ വിശ്വാസത്തിലേക്ക് കടന്നു വരണം, വിശ്വാസത്തിൽ വളർന്ന് അതിൽ നിലനിൽക്കണം. ഇപ്രകാരം വിശ്വാസത്തിൽ നിലനിൽക്കാൻ, അതുവഴി അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടി. അപ്പൊ ഈ സുവിശേഷം നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം വിശ്വാസത്തിൽ വളർന്ന്, വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാനിടയാകണം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ, ദൈവചിന്തകൾ എന്തൊക്കെയാണ്? 1, യേശു ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ്. മറ്റു സുവിശേഷങ്ങളിലൊക്കെ യേശുവിന്റെ പ്രവൃത്തികൾക്കും പ്രബോധനങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് യേശുവിന്റെ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് ആഴത്തിൽ അടുത്ത് ചെല്ലാൻ, ആഴത്തിൽ ഇറങ്ങാൻ ഉള്ള ആഹ്വാനമാണ് ലഭിക്കുന്നത്. യേശുവിന്റെ വ്യക്തിത്വത്തെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ ശ്ലീഹായാണ് പറഞ്ഞു വെക്കുന്നത്. ശ്ലീഹായുടെ സുവിശേഷം എഴുതപ്പെടുന്നത് AD 95 പൊതു അഭിപ്രായം. യേശുവിന്റെ കുരിശു മരണവും ഉത്ഥാനവും കഴിഞ്ഞ് ഏതാണ്ട് 60 വർഷത്തോളം നിരന്തരം ധ്യാനിച്ചതിന്റെ ധ്യാന അനുഭവത്തിന്റെ ആ വലിയ സമ്പത്ത് ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം എഴുതി 30 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുന്നത്.
സമാന്തര സുവിശേഷങ്ങൾ 3 പേരും എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. കാരണം യേശുവിന്റെ കൂടെ നടന്ന് അനുഭവിച്ചറിഞ്ഞു, അവന്റെ മാറോട് ചാരിക്കിടന്ന് അവനെ അനുഭവിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് അവന്റെ മരണോത്ഥാനം കഴിഞ്ഞ് ഏതാണ്ട് 60 വർഷത്തോളം നിരന്തര ധ്യാനത്തിലൂടെ രൂപപ്പെട്ടത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ സുവിശേഷത്തിൽ. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ദൈവസ്നേഹ ലഹരിയിലായിത്തീർന്ന അനേകരുടെ സാന്നിധ്യം ഈ ലോകത്തിൽ ആവശ്യമാണെന്ന്. ഈ ദൈവത്തിന്റെ വെളിപാടിനെ കുറിച്ച് പറയുമ്പോൾ ദൈവ മഹത്വം വെളിപ്പെടുന്നു എന്നും പറയാം. ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആഴത്തിൽ അവിടുത്തെ വ്യക്തിത്വവും അസ്തിത്വവും ഒക്കെ വെളിപ്പെടുമ്പോൾ അതിനെ ദൈവമഹത്വം എന്ന പേരിലാണ് ജോൺ അവതരിപ്പിച്ചേക്കുന്നത്. ദൈവമഹത്വം ദർശിക്കാൻ നമ്മുടെ നയനങ്ങളെ തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയോടെ പ്രവേശിക്കണം. ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആന്തരികമായ മേഖലയിൽ ചില പരിവർത്തനങ്ങൾ വരണം. എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളില് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഈ വലിയ ദാഹം കേൾക്കുന്ന ഓരോരുത്തരിലും ജനിക്കണം, പറയുന്ന എന്നിലും ജനിക്കണം. യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ആഴത്തിൽ അടുത്ത് അറിയാൻ, ആഴ്ന്നിറങ്ങാൻ ഉള്ള ഒരു വലിയ ദാഹം നമ്മളിൽ ജനിക്കണം. അത് ജനിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. യേശു തമ്പുരാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നുകൊണ്ട് അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രഭാഷണത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാവും. യോഹന്നാൻ ശ്ലീഹ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഒരു ത്രിത്വൈക കൂട്ടായ്മയായിട്ട്, ദൈവത്തെ ഒരു കൂട്ടായ്മയായി, സ്നേഹ കൂട്ടായ്മയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ആ സ്നേഹ കൂട്ടായ്മ. ഈ സ്നേഹ കൂട്ടായ്മയില് സകലരും ഒന്നു ചേരണമെന്നതാണ് ദൈവത്തിന്റെ തിരുഹിതം. ഈ സ്നേഹ കൂട്ടായ്മയിൽ സകലരും ഒന്നു ചേരണമെന്നതാണ് ദൈവത്തിന്റെ തിരുഹിതം. ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നായി തീരാനും അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കാൻ സാധിക്കണം. ഒന്നാമത്തെ പ്രമേയമാണ് യേശുവിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം, ദൈവിക വെളിപാട്. 2, യേശു ലോകത്തിന്റെ പ്രകാശം. പ്രകാശം എന്ന പ്രമേയം, വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം, ജോണിന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രമേയമാണ്. 3-മതായി നിത്യജീവൻ, യേശുവിലൂടെ നൽകപ്പെടുന്ന നിത്യജീവൻ. 4-മതായി മർമ്മപ്രധാനമായ കാര്യം സ്നേഹം. സ്നേഹത്തിന്റെ സുവിശേഷകൻ എന്നാണ് യോഹന്നാൻ ശ്ലീഹായെ അറിയപ്പെടുന്നത്. ദൈവ സ്നേഹ ഗായകൻ എന്നൊക്കെ വിളിക്കാം. സ്നേഹത്തിന്റെ ഒരു ഗീതമാണ് ഈ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ അടുത്തറിയാൻ, അനുഭവിക്കാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ, യേശുവിന്റെ വ്യക്തിത്വത്തെ ആഴത്തിൽ അടുത്തറിയാനുള്ള ദാഹത്തോടെ നമുക്ക് ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ അനന്ത സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ എല്ലാത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവിക കൂട്ടായ്മയിൽ ഒന്നായിത്തീരാൻ. ഐക്യത്തിന്റെ പ്രവാചകനാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എന്നും പറയാം. സമ്പൂർണമായ ദൈവ ഐക്യത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെ നാനാവിധമായ പ്രമേയങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ തീംസ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നായി മനസ്സിലാക്കാം. സുവിശേഷം പഠന വിഷയമാക്കുന്നതനുസരിച്ച് നമുക്കത് കൂടുതലായിട്ട് വിശദമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. അടുത്തതായി സുവിശേഷത്തിന്റെ ഘടനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സുവിശേഷത്തിന്റെ ഉള്ളടക്കത്തെ 2 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്
അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടും. 1:19 മുതൽ 12:50 വരെ. 1:19 മുതൽ 12:50 വരെ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. 13:1 മുതൽ 20:31 വരെ മഹത്വത്തിന്റെ പുസ്തകം. 13:1 മുതൽ 20:31 വരെ മഹത്വത്തിന്റെ പുസ്തകം. ഈ രണ്ട് ഭാഗങ്ങൾ കൂടാതെ ഒരു മുഖവുരയും ഒരു ഉപസംഹാരവും ഒരു അനുബന്ധവും കൂടെ ഉണ്ട്. മുഖവുര 1:1 മുതൽ 18 വരെ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ മുഖവുര പ്രലോഗ് എന്ന് പറയാം. അത് 1:1 മുതൽ 18 വരെ. ഉപസംഹാരം 20-ാം അധ്യായം 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അനുബന്ധം 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം നമ്മൾ ആമുഖത്തിലേക്ക് പോകുന്നു. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെല്ലാം ഈ ആമുഖത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയതല്ല ഇതിന്റെ ആമുഖം. ഇതിന്റെ ആമുഖം അല്ലെങ്കിൽ മുഖവുര പിൽക്കാലത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യര് കൂട്ടിച്ചേർത്തതാണ്. ഒരു പ്രധാന കാര്യം കൂടെ ഈ ആമുഖ പ്രഭാഷണത്തിൽ വ്യക്തമാക്കട്ടെ. അതായത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ കണ്ടും കേട്ടും തൊട്ടും അറിയുന്നതാണ്, അനുഭവിച്ചറിയുന്നതാണ്. യോഹന്നാൻ ശ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. സ്വന്തം അനുഭവമാണ് പറയുന്നത്. ഒറ്റയ്ക്കല്ല, ഞങ്ങളെന്നാ പറഞ്ഞേക്കുന്നത്. ഒറ്റയ്ക്ക് പറയുകയല്ല. ഇതെന്റെ മാത്രം അനുഭവമല്ല, ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ പറഞ്ഞു വച്ചേക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രഭാഷണത്തിൽ നൽകിയ പ്രധാന സന്ദേശങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ ആഴമായ ക്രിസ്താനുഭവത്തിലേക്കും ശരിയായ ദൈവദർശനത്തിലേക്കും വളരാൻ പരിശ്രമിക്കാം. യേശുവിനെ ആഴത്തിൽ അടുത്തറിഞ്ഞ് അവിടുത്തെ അനന്ത സ്നേഹം രുചിച്ചറിയുന്നതിനും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രഭാഷണത്തിൽ നാം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.